ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്നി. ഞാൻ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹൈദരാബാദ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി, ഹൈദരാബാദി നിസാമി ചിക്കൻ എന്നാണ് പറയുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഡിഷ് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളതും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചിക്കൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക കേട്ടോ. ഇനി നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ഫ്രൈ ചെയ്തെടുത്തതും കുറച്ച് തൈരും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചത്, പിന്നെ മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ജീരകം പൊടിച്ചതല്ല, ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കുന്നതിന് ഒരു മിക്സ് വേണം. നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. കാഷ്യൂനട്ടും ബദാമും തേങ്ങയും കൂടെ വറുത്തിട്ട് നമ്മളിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ അത്യാവശ്യം നെയ്യ് നല്ലപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തേക്ക് എല്ലാ എരിവും പുളിയും എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നന്നായി യോജിച്ച് ചേരുന്നത് നമ്മുടെ ഈ മിക്സിങ്ങിലൂടെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോൺ മിൽക്കാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. സാഫ്രോൺ മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് 6 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒരു 3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കാം. ആ 3 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ചാർക്കോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ലപോലെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഹൈദരാബാദി നിസാമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂർ വെക്കുന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചിക്കൻ 12 to 15 ഉള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി നിസാമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.